ഈ രോഗം ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളുടെ കൽബ് മരിച്ചു പോകുന്നുണ്ട്. അൽക്കഫ് ഓതുമ്പോൾ ഉറക്കം വരുന്നു. അതേ അൽക്കഫിന്റെ ഖുർആന്റെ ഏട് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് വേറെ ഏതെങ്കിലും തെറ്റായ അനാവശ്യ കാര്യങ്ങളിൽ എൻഗേജ് ആകുമ്പോൾ ഓരോ ഉറക്കമില്ല. തറാവീഹ് എത്രയായി? ഉറക്കം വരുന്നു. അതേ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പിലിട്ടതോ ഫുൾജാറിലോ എൻഗേജ് ആയാൽ ഒരു ഉറക്കം ഉണ്ടാവില്ല. അതന്നല്ലേ പ്രശ്നം? അതന്നല്ലേ പ്രശ്നം? ഒരാളുടെ കൽബ് മരിച്ചുപോയാൽ അയാളിൽ ഉണ്ടാവുന്ന 3 അടയാളങ്ങൾ തഫാസീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന്, അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ രസം ഉണ്ടാവില്ല, ഇബാദത്തിനൊരു മധുരം ഉണ്ടാവില്ല. സദേ നാളെ മാസം കാണൂല, 29-ന് തീരൂല, റമദാന് 30 ആവില്ലല്ലോ. വെയില് നല്ല പറഞ്ഞ എന്തൊരു വെയിലല്ലേ, പണ്ടൊന്നും ഇങ്ങനെ വെയിലില്ല കണ്ടാ. എങ്ങനെയെങ്കിലും റമദാൻ തീരണം എന്നാ ഇവര് വിചാരിക്കണത്. അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ചെയ്യുന്ന ഇബാദത്തിന് ആനന്ദം കിട്ടൂല, അയാളുടെ ഖൽബ് മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. രണ്ടാമത്തത്, തെറ്റ് ചെയ്യാൻ അയാൾക്ക് പേടിയുണ്ടാവില്ല, ഒരു പേടിയുണ്ടാവില്ല, ഗംഭീരമായി തെറ്റ് ചെയ്യും. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയും അള്ളാഹു തൗബ സ്വീകരിക്കുന്ന ആളല്ലേ, അള്ളാഹു ഗാഫിറല്ലേ, അള്ളാഹു ഗഫാറല്ലേ, അള്ളാഹു ഗഫൂർ അല്ലേ. കണ്ടോ, അയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത്? മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇബ്ലീസിന്റെ ചതിക്കുഴികളെ കുറിച്ച് പറയുന്ന കിതാബിൽ പറയുന്നതാണ്, ചിലര് തെറ്റ് ചെയ്യും എന്നിട്ട് പറയും അള്ളാഹു പുറത്തു തരുമല്ലോ. എടാ മോനെ, അള്ളാഹു പുറത്ത് തന്നു തന്നെ വിചാരിക്കുക, നിന്റെ തൗബ സ്വീകരിച്ചു. ഈ തൗബ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എവിടുന്നാ മനസ്സിലാവുക? ആഖിറത്ത്. നീ സ്വർഗത്തിലേക്ക് പോയിക്കോളി, പേടിച്ചുരുക്കി നിൽക്കുമ്പോഴാണ് നിന്നോട് അത് പറയാം, സ്വർഗത്തിലേക്ക് പോയിക്കോളി. അങ്ങനെ രക്ഷപ്പെട്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് കർട്ടന്റെ അപ്പുറത്തേക്ക് അള്ളാഹു വിളിക്കും, ഇങ്ങോട്ട് വാ, സ്വർഗത്തിൽ പോകുന്നതിനും ഇങ്ങോട്ട് വാ. പിന്നെ നീ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്, ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അത് അറിയുന്നതോട് കൂടി തന്നെയാണ് പുറത്തു വന്നത്, നീ ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ. അതാ മഹാന്മാര് പറഞ്ഞത്, നരകത്തിൽ പോകുന്നതിനേക്കാൾ കടുപ്പാണ് അള്ളാന്റെ ഈ ചോദ്യം. എങ്ങനെ ഫേസ് ചെയ്യ? എങ്ങനെ ഫേസ് ചെയ്യ? എന്ത് ധൈര്യത്തിലാ നമ്മൾ തെറ്റ് ചെയ്യ? ഏത് ധൈര്യത്തിലാ തെറ്റ് ചെയ്യ? അള്ളാഹു ചോദിക്കൂലേ, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ആളെ മുമ്പിൽ നിന്ന് അത് പറയാതെ വഷളാക്കാതെ നിന്നതാണ്, പുറത്ത് തന്നിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഞാൻ തെറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചേക്കരുത്.